ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കെവിൻ എന്നൊരു യുവാവിനെയാണ് കാണിക്കുന്നത്. അവൻ ഒരു സ്കൂൾ ബസ് ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. അതിലൂടെ കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ അവൻ്റെ ജീവിതം വളരെ ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. കെവിൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മയും മകനുമാണ് ഉണ്ടായിരുന്നത്. മകൻ കെവിൻ്റെ വാക്കുകൾ അനുസരിച്ചിരുന്നില്ല. സ്കൂളിൽ പോകാൻ അവൻ എത്ര പറഞ്ഞിട്ടും മകൻ കൂട്ടാക്കുന്നില്ല. മകൻ്റെ ധിക്കാരത്തോടെയുള്ള സംസാര രീതികൾ കെവിനെ വിഷമിപ്പിച്ചിരുന്നു. കെവിന് ഒരു നായയുണ്ടായിരുന്നു. ആ നായയ്ക്ക് സുഖമല്ലെന്ന് മനസ്സിലാക്കിയ അവൻ അതിനെയും കൂട്ടി ആശുപത്രിയിലേക്ക് പോയി. അടുത്ത ദിവസം വീണ്ടും കെവിൻ സ്കൂളിലേക്ക് പോവുകയാണ്. അവൻ കുട്ടികളെ ബസ്സിൽ കയറ്റി സ്കൂളിൽ എത്തിച്ചു. കാലിഫോർണിയയിലെ പാരഡൈസ് എന്ന ഒരു പട്ടണമാണിത്. ഇവിടെ സാധാരണമായി കാലാവസ്ഥ വരണ്ടതും ചൂടുള്ളതുമാണ്. മലമുകളിലായി വൈദ്യുത തൂണുകൾ ഉണ്ടായിരുന്നു. അവിടെ ഒരു വൈദ്യുത കമ്പിയിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും തീപ്പൊരികൾ പുല്ലിന് മുകളിലേക്ക് വീഴുകയും ചെയ്തു. കാലാവസ്ഥ വളരെ വരണ്ടതായതുകൊണ്ട് പുല്ലും ഉണങ്ങിയിരുന്നു. അതിനാൽ ആ പുല്ലിൽ തീ പിടിക്കുകയാണ്. ഈ തീ വളരെ വേഗത്തിൽ മലമുകളിലേക്ക് പടർന്നു. ആ ദിശയിലാണ് പാരഡൈസ് എന്ന ആ നഗരം സ്ഥിതി ചെയ്തിരുന്നത്. നഗരത്തിനുള്ളിലുണ്ടായിരുന്നവർക്ക് വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ഒട്ടും തന്നെ അറിവുണ്ടായിരുന്നില്ല. കെവിൻ കുട്ടികളെ സ്കൂളിൽ വിട്ടതിനു ശേഷം ബസ് റിപ്പയറിങ്ങിനായി ഗാരേജിലേക്ക് കൊണ്ടുപോകേണ്ടതായിരുന്നു. അപ്പോഴേക്കും ആ കാട്ടിൽ തീ പടർന്നു കഴിഞ്ഞിരുന്നു. കുറച്ച് പോലീസുകാർ തീപിടുത്തത്തെപ്പറ്റി മനസ്സിലാക്കുകയും ഉടനെ തന്നെ ഫയർ എഞ്ചിൻ വിഭാഗത്തെ അറിയിക്കുകയും ചെയ്തു. ഫയർ എഞ്ചിൻ വിഭാഗം സംഭവസ്ഥലത്തേക്ക് എത്തിയെങ്കിലും തീ മലമുകളിലാണെന്നും അവിടേക്ക് എത്താൻ പ്രയാസമാണെന്നും അവർ മനസ്സിലാക്കി. എങ്കിലും അവർ ധൈര്യം കൈവിടാതെ മറ്റൊരു വഴിയിലൂടെ മലമുകളിലേക്ക് പോകാനായി ശ്രമിച്ചു. എന്നാൽ അതിനിടയിൽ ചില തൊഴിലാളികൾ തീയിൽ അകപ്പെട്ടിരുന്നു. ഈ ഒരു സമയത്ത് കെവിൻ സ്കൂൾ ബസ്സുമായി ഗാരേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവനെ ഈ തീയെക്കുറിച്ച് ഇപ്പോഴും വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. ഈ സമയത്താണ് അവൻ്റെ അമ്മയുടെ ഫോൺ കോൾ വരുന്നത്. മകൻ ഛർദ്ദിക്കുകയാണെന്നും അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതുണ്ടെന്നും അമ്മ അവനോട് പറഞ്ഞു. ഇത് കേട്ട് വിഷമിക്കേണ്ടെന്നും എൻ്റെ കയ്യിൽ ബസ്സുണ്ടെന്നും ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് മരുന്നുകൾ വാങ്ങി കൊണ്ടുവരാമെന്നും കെവിൻ അമ്മയോട് പറഞ്ഞു. അതുകൊണ്ട് അവൻ ഗാരേജിലേക്ക് പോകുന്നതിനു പകരം നേരെ മെഡിക്കൽ സ്റ്റോറിലേക്ക് തിരിഞ്ഞു. കാരണം മകൻ്റെ ജീവൻ രക്ഷിക്കേണ്ടതുണ്ട്. നഗരത്തിൽ നിന്ന് പുക വ്യക്തമായി കാണാമായിരുന്നു. കാറ്റ് നമ്മുടെ ദിശയിലേക്കാണ് അടിക്കുന്നതെന്നും അതുകൊണ്ട് തീ വേഗം നഗരത്തിലേക്കെത്തുമെന്നും ആളുകൾ മനസ്സിലാക്കി. പോലീസുകാർ ഒരിടത്തൊത്തുകൂടി ഈ തീ എങ്ങനെയുണ്ടായി എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. കാരണം അമേരിക്കൻ കാടുകളിൽ തീപിടുത്തം ഒരു സാധാരണ സംഭവമാണ്. പക്ഷേ ഇത്ര വേഗത്തിൽ തീ പടരുന്നത് സാധാരണമല്ല. ചെറിയ തോതിലുള്ള തീ അപ്പോൾ തന്നെ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും ഈ വലിയ പ്രദേശത്തെ തീ ഒരു നിയന്ത്രണവുമില്ലാതെ പടരുകയാണ്. അവിടെ വൈദ്യുതി ലൈനുകളുണ്ടെന്നും തീപ്പൊരികൾ വന്നപ്പോഴും ശക്തമായ കാറ്റ് വീശിയപ്പോഴും വൈദ്യുതി ഓഫ് ചെയ്തിട്ടില്ലെന്നും പോലീസുകാർക്ക് മനസ്സിലായി. ഇതാണ് തീപിടുത്തത്തിന് കാരണമായതെന്നും അവർ തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ വൈദ്യുതി വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ അവിടേക്കെത്തി. ഫയർ എഞ്ചിൻ ഉദ്യോഗസ്ഥർ അവരോട് ദേഷ്യപ്പെട്ടു. ഇത്രയും കാറ്റുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വൈദ്യുതി വിച്ഛേദിച്ചില്ല എന്ന് അവരോട് ചോദിച്ചു. ഫയർ എഞ്ചിൻ വിഭാഗത്തിൻ്റെ സംസാരത്തിന് ശേഷം വകുപ്പ് ഉദ്യോഗസ്ഥർ എല്ലാ വൈദ്യുതി ലൈനുകളും കട്ടാക്കി. കാരണം ഇത്തരം അപകടങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ശേഷം കാണിക്കുന്നത് FBI ഒരു ഉദ്യോഗസ്ഥനെയാണ്. അദ്ദേഹം ഫയർ എഞ്ചിൻ വിഭാഗത്തോട് വിളിച്ചു പറഞ്ഞു താൻ തീയിൽ കുടുങ്ങിയിരിക്കുകയാണെന്നും എന്നാൽ അവിടെ ചില വീടുകൾ കത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ആ വീടുകൾക്ക് സഹായം ആവശ്യമുണ്ടെന്നും അതിനാൽ താൻ ആളുകളെ സഹായിക്കുകയാണെന്നും അവരെ അറിയിച്ചു. കാടിനോട് ചേർന്നുള്ള വീടുകളായിരുന്നു അവ. അതിനാൽ അദ്ദേഹം കുറച്ച് ആളുകളെ സ്വന്തം വാഹനത്തിൽ കയറ്റി അവിടെ നിന്നും രക്ഷിക്കാനായി ശ്രമിക്കുകയാണ്. ഈ സമയത്ത് ഫയർ എഞ്ചിൻ ഉദ്യോഗസ്ഥർ ഞെട്ടലോടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഈ തീ കുറേ നേരമായി കത്തുന്നുണ്ടെന്നും ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തേക്ക് പടർന്നിട്ടുണ്ടെന്നും അവർ ഭീതിയോടെ തിരിച്ചറിഞ്ഞു. ഈ നേരത്ത് കെവിൻ്റെ ബോസിൽ നിന്ന് അവനൊരു ഫോൺ കോൾ വരികയാണ്. ഗാരേജിൽ ബസ് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികളെ നേരത്തെ കൊണ്ടുവരാൻ ബസ് വേഗം സ്കൂളിലേക്ക് കൊണ്ടുപോകാനായി അവർ ആവശ്യപ്പെട്ടു. എന്നാൽ കെവിൻ ബസ്സുമായി ഗാരേജിൽ പോയിരുന്നില്ല. അവൻ മരുന്നുകളുമായി വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഫയർ എഞ്ചിൻ വാഹനങ്ങൾക്ക് അത്രയും മുകളിലേക്ക് എത്താൻ കഴിയാത്തതിനാൽ ചെറിയ ഹെലികോപ്റ്ററുകളുടെയും വിമാനങ്ങളുടെയും സഹായം തേടി. ആ വിമാനങ്ങൾ വെള്ളം നിറച്ച് കാടിന് മുകളിലൂടെ ഒഴിച്ച് തീ അണയ്ക്കാനായി ശ്രമിച്ചു. എന്നാൽ ഇത്രയും ശക്തമായ തീ നിയന്ത്രിക്കുന്നത് വളരെ പ്രയാസകരമായിരുന്നു. തീ പടർന്നുകൊണ്ടേയിരുന്നു. അതിനാൽ കൂടുതൽ ഹെലികോപ്റ്ററുകൾ ആവശ്യപ്പെട്ടു. കാരണം നിലവിൽ തീ അണയ്ക്കാൻ സാധ്യമല്ലായിരുന്നു. FBI ഉദ്യോഗസ്ഥൻ കുറച്ചാളുകളെ രക്ഷിച്ചുകൊണ്ട് കാടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ തീ അദ്ദേഹത്തെ 4 വശത്തു നിന്നും വളഞ്ഞു.
എനിക്കിവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിനാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും കുളത്തിലേക്ക് പോകാനായി അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ അവർക്ക് ജീവൻ രക്ഷിക്കാനായി സാധിക്കും. കെവിനും ഒരു കാര്യം മനസ്സിലാക്കി. കാട്ടിൽ വലിയ തോതിൽ തീ പടർന്നിട്ടുണ്ടെന്നും ഫയർ എഞ്ചിൻ വാഹനങ്ങൾ അവിടേക്ക് പോവുകയാണെന്നും അവൻ തിരിച്ചറിഞ്ഞു. അതിനാൽ അവൻ മകനുമായി സംസാരിച്ചു. ഞാൻ വേഗം നിൻ്റെ അടുത്തെത്തും. എന്ത് സംഭവിച്ചാലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത് എന്നവൻ മകനോട് പറഞ്ഞു. കാരണം പുക നിറഞ്ഞ ആ അന്തരീക്ഷം എല്ലാ ഭാഗത്തും വ്യാപിച്ചിരുന്നു. ഇതേസമയം കുട്ടികളെല്ലാം സ്കൂളിനുള്ളിലായിരുന്നു. അവർക്കും ജനലിലൂടെ പുറത്ത് പുക കാണാമായിരുന്നു. എവിടെയോ തീപിടിച്ചിട്ടുണ്ടെന്ന് അവർക്കും മനസ്സിലായി. അവിടെ മേരി എന്നൊരു ടീച്ചറും ഉണ്ടായിരുന്നു. അവർ എല്ലാ കുട്ടികളെയും ഒരിടത്ത് ഒരുമിച്ചിരുത്തി. പല രക്ഷിതാക്കളും ഭയന്ന് കുട്ടികളെ കൊണ്ടുപോകാൻ സ്കൂളിൽ എത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴും പല രക്ഷിതാക്കൾക്കും അവിടെ എത്താൻ സാധിച്ചിട്ടില്ല. ആകെ 22 കുട്ടികളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. കെവിനെ ഈ സമയത്ത് അവൻ്റെ ഭാര്യയിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു. അവൻ ഭാര്യയുമായി പിരിഞ്ഞ് ജീവിക്കുകയായിരുന്നു. തൻ്റെ മകനെ എന്തു പറ്റിയെന്ന് ഭാര്യയും മനസ്സിലാക്കിയിരുന്നു. അതിനാൽ അവൾ കെവിനോട് പറഞ്ഞു, നീ മകൻ്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഞാൻ അവനെ നിൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതിനിടയിൽ അവൻ്റെ ബോസ് വിളിച്ച് എല്ലാ ഡ്രൈവർമാരോടുമായി വിളിച്ചു പറഞ്ഞു, ആരുടെയൊക്കെ ബസ് ഒഴിവുണ്ടോ അവർ സ്കൂളിൽ വന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകണം. കാരണം 22 കുട്ടികൾ ഇപ്പോഴും സ്കൂളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവരുടെ മാതാപിതാക്കൾക്ക് എത്താനായി സാധിച്ചിട്ടില്ല. എന്നാൽ ഒരു ഡ്രൈവർ പോലും മറുപടി നൽകിയിരുന്നില്ല. കെവിൻ മാത്രമാണ് സ്കൂളിനടുത്തുണ്ടായിരുന്നത്. അവൻ മറുപടി നൽകി, ഞാൻ ഉടൻ തന്നെ സ്കൂളിലെത്തി കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാം. അതുകൊണ്ട് കെവിൻ വേഗം ബസ് സ്കൂളിലേക്ക് ഓടിച്ചു. കുട്ടികളെ രക്ഷപ്പെടുത്തി ചിക്കോ എന്ന ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കാനാണ് കെവിൻ്റെ ലക്ഷ്യം. കെവിൻ വേഗം സ്കൂളിലേക്ക് എത്തി. എല്ലാ കുട്ടികളും ബസ്സിൽ കയറി. മേരി എന്നൊരു ടീച്ചർ കെവിനോട് പറഞ്ഞു, ഈ കുട്ടികളെയെല്ലാം ചിക്കോയിലെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കണം. എന്നാൽ കെവിൻ മറുപടി നൽകി, എനിക്കത് തനിയെ ചെയ്യാൻ കഴിയില്ല, ഒരാൾ കൂടെ വേണം. അപ്പോൾ മേരി പറഞ്ഞു, ശരി, ഞാൻ നിൻ്റെ കൂടെ വരാം. അങ്ങനെ മേരിയും കുട്ടികൾക്കൊപ്പം ബസ്സിൽ കയറി. അവർ അവിടെ നിന്ന് യാത്ര തിരിച്ചു. കുട്ടികൾ അവരുടെ സീറ്റുകളിൽ സുരക്ഷിതരായിരുന്നു. പോലീസും ഫയർ എഞ്ചിൻ വിഭാഗവും തീ അണയ്ക്കുന്നതിൽ മുഴുകിയിരുന്നു. പടരുന്ന തീ അവരെ വല്ലാതെ വിഷമിപ്പിച്ചു. കെവിൻ ഓടിച്ചിരുന്ന ബസ് ഒരു ട്രാഫിക് ജാമിൽ കുടുങ്ങി. എല്ലാവരും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഹൈവേയിൽ വാഹനങ്ങൾ നിറഞ്ഞു കവിഞ്ഞ ഒരു വലിയ ബ്ലോക്കായിരുന്നു അത്. അങ്ങനെ കാത്തു നിൽക്കുന്നതിനിടയിൽ രാത്രിയായി. ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ വഴിയൊന്നുമില്ലെന്ന് കെവിൻ മനസ്സിലാക്കി. എങ്കിലും അവൻ കഷ്ടപ്പെട്ട് മേരിയെ ഡ്രൈവർ സീറ്റിൽ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ വഴി ഒഴിവാക്കാനായി ശ്രമിക്കാം. അപ്പോൾ നീ പതിയെ ബസ് മുന്നോട്ടെടുക്കണം. മേരിയും അങ്ങനെ ചെയ്തു. കെവിൻ മുൻപിലുള്ള വാഹനങ്ങളോട് തൻ്റെ കൂടെ കുട്ടികളുണ്ട്, ദയവായി ഞങ്ങളെ പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് വഴിമാറ്റാനായി ശ്രമിച്ചു. കുറച്ചു പേർ വഴിമാറി കൊടുത്തു. ഒരുപാട് പരിശ്രമങ്ങൾക്കൊടുവിൽ കെവിൻ്റെ ബസ് അവിടെ നിന്നും മുന്നോട്ട് പോകാനായി സാധിച്ചു. അങ്ങനെ കെവിൻ ബസ് മുന്നോട്ടെടുത്ത് ഒരു സ്ഥലത്തേക്കെത്തി. അവിടെ കടുത്ത തീയായിരുന്നു. വീടുകളെല്ലാം കത്തിക്കൊണ്ടിരിക്കുകയാണ്. മേരിയും പറഞ്ഞു, നമ്മളിവിടെ നിൽക്കരുത്, ഈ കുട്ടികളെ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. കെവിൻ അവിടെ നിന്ന് മുന്നോട്ട് പോയി. ഇരുവശത്തും തീജ്വാലകളായിരുന്നു. പുക കാരണം ഇരുട്ട് നിറഞ്ഞ അവസ്ഥയായി. തീയുടെ ചൂട് കാരണം പല കുട്ടികളും പേടിച്ചു. പക്ഷേ മേരി അവരെയെല്ലാം സമാധാനിപ്പിക്കാനായി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചിക്കോ എന്ന ക്യാമ്പ് സൈറ്റിൽ കുറച്ച് കൂടാരങ്ങൾ കെട്ടിയിരുന്നു. പരിക്കേറ്റ എല്ലാവരും അവിടെ എത്തുന്നുണ്ടായിരുന്നു. എല്ലാ ബസ്സുകളോടും അവിടെ വരാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കെവിൻ്റെ ബസ് മാത്രം അവിടേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് ബസ്സിലുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ വളരെ അസ്വസ്ഥരായിരുന്നു. ഇതേസമയം ബസ് ഓടിച്ചിരുന്ന കെവിനെ മുൻപിലുള്ള ഒന്നും തന്നെ കാണാനായി കഴിഞ്ഞിരുന്നില്ല. എങ്കിലും കെവിൻ ഏകദേശം മനസ്സിലാക്കി ബസ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കുട്ടികളും വിയർത്തു കുളിച്ച് ദാഹിച്ചു വലഞ്ഞിരിക്കുകയാണ്. അവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു. എന്നാൽ അവിടെ വെള്ളം കിട്ടാൻ പ്രയാസമായിരുന്നു. അതിനാൽ കെവിൻ തീ കുറഞ്ഞ ഒരിടത്ത് ബസ് നിർത്തി. ഞാൻ അടുത്തുള്ള വീടുകളിൽ വെള്ളം അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് മേരി പുറത്തേക്കിറങ്ങി. അവൾ പെട്രോൾ പമ്പിനടുത്തുള്ള ഒരു വീട്ടിൽ പോയി വെള്ളക്കുപ്പികൾ ശേഖരിക്കാൻ ആരംഭിച്ചു. എന്നാൽ അപ്പോഴേക്കും പെട്രോൾ പമ്പിൽ ഒരു സ്ഫോടനമുണ്ടാവുകയാണ്. മേരി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അവൾ കുട്ടികൾക്ക് വേണ്ടി വെള്ളം കൊണ്ടുവന്നു. അപ്പോഴാണ് കുട്ടികളുടെ ദാഹം ശമിച്ചത്. തീ കൂടുതൽ പടർന്നിരുന്നു. കെവിൻ ബസ്സുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവനറിയില്ല. കാരണം ദൂരെ ഇരുട്ടു മാത്രമായിരുന്നു. എല്ലാ രക്ഷിതാക്കളെയും കെവിൻ്റെ ബോസ് ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചു. നിങ്ങൾ വിഷമിക്കേണ്ട, കുട്ടികളുള്ള ബസ് കെവിൻ കൊണ്ടുപോകുന്നുണ്ട്. അവൻ നല്ല ഡ്രൈവറാണ്. മേരി ടീച്ചറും കൂടെയുണ്ട്. അതുകൊണ്ട് അവർ കുട്ടികളെ സുരക്ഷിതമായി എത്തിക്കും. എന്നെ വിശ്വസിക്കുക. പോലീസിനെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കുക. കെവിൻ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചാളുകൾ ഓടി വരുന്നത് അവൻ കണ്ടു. അവർ കെവിനോട് പറഞ്ഞു, ബസ് മുന്നോട്ടെടുക്കരുത്, മുന്നോട്ട് പോകാൻ വഴികളൊന്നുമില്ല, നിങ്ങൾ നടന്നു പോകുന്നതാണ് നല്ലത്. പക്ഷേ കെവിൻ്റെ കൂടെ 22 കുട്ടികളുണ്ട്. അവരെ ഉപേക്ഷിച്ച് അവൻ നടന്നു പോകാനായി സാധിക്കില്ല. അതുകൊണ്ട് അവൻ മേരിയോട് പറഞ്ഞു,
നീ ബസ്സിലിരിക്കുക, ഞാൻ വഴി നോക്കിയിട്ട് വരാം. അവൻ മറുഭാഗത്തേക്ക് വഴി നോക്കാനായി പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. പുറത്തു കടക്കാൻ ഒരു വഴിയുമില്ല. 4 വശത്തും തീയാണ്, അതായത് മുന്നിലും പിന്നിലും തീ. അതുകൊണ്ട് കുറച്ചു നേരം ബസ് അവിടെ നിർത്തിയിട്ട് തീ അല്പം ശാന്തമാകാനോ കാറ്റിൻ്റെ വേഗത കുറയാനോ കാത്തിരിക്കാൻ അവൻ തീരുമാനിച്ചു. എല്ലാ കുട്ടികളും ഈ സമയത്ത് കരയുകയായിരുന്നു. മേരി അവരെ സമാധാനിപ്പിക്കാനായി ശ്രമിച്ചു. ഈ സമയത്ത് കെവിൻ പറഞ്ഞു, മേരി, നിന്റെ ഷർട്ട് കീറി കുട്ടികളുടെ മൂക്കിൻ്റെ ഭാഗത്ത് വയ്ക്കുക. വിഷവാതകം ഉള്ളിലേക്ക് പോകുന്നത് തടയാൻ അവളത് അനുസരിച്ചു. പിന്നീട് കെവിനും തൻ്റെ ടീഷർട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിൽ മുക്കി കുട്ടികളുടെ മൂക്കിൽ വയ്ക്കാനായി കൊടുത്തു. അങ്ങനെ അവർക്ക് വിഷവാതകങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി സാധിക്കും. ഈ സമയത്ത് പോലീസുകാരുടെ ധൈര്യം പോലും കെട്ടടങ്ങാനായി തുടങ്ങിയിരുന്നു. ഇത്രയും വലിയൊരു തീ നിയന്ത്രിക്കാൻ സാധിക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി. കാരണം അത് ചെറിയൊരു അതിർത്തിയല്ല, വളരെ വലിയ പ്രദേശത്തേക്ക് പടർന്നിരിക്കുന്നു. ഹെലികോപ്റ്ററോ ഫയർ എഞ്ചിൻ വാഹനങ്ങളോ ഉപയോഗിച്ച് അത് അണയ്ക്കുവാനായി സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടവർ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു: ആളുകളെ രക്ഷിക്കുക. ഫയർ എഞ്ചിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു, ആരും വിഷമിക്കേണ്ട. തീയിൽ കുടുങ്ങിയ ആളുകളെയും കുട്ടികളെയും എല്ലാവരെയും സുരക്ഷിതമായി ഞങ്ങൾ പുറത്തെത്തിക്കും. അപ്പോഴേക്കും കെവിനും മേരിയും പരസ്പരം സംസാരിക്കാനും അവരുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനും തുടങ്ങിയിരുന്നു. കാരണം തങ്ങളുടെ അവസാന നിമിഷം ഇതായിരിക്കുമെന്ന് അവർ രണ്ടുപേരും കരുതി. എന്നാൽ അല്പസമയത്തിനു ശേഷം തീ വളരെ അടുത്തു വന്നതായി അവർക്ക് മനസ്സിലായി. കെവിൻ ഉടൻ തന്നെ ബസ്സിൽ നിന്നും പുറത്തേക്കിറങ്ങി ചുറ്റുമുള്ള തീ അണയ്ക്കാനായി ശ്രമിച്ചു. പക്ഷേ കാറ്റ് വളരെ ശക്തമായതിനാൽ തീ കിടന്ന മട്ടില്ല. ഇത് കണ്ട കെവിന് ഒരു കാര്യം മനസ്സിലായി: ഇനി ആരും ഇവിടേക്ക് വന്ന് സഹായിക്കില്ല. അതുകൊണ്ട് അവൻ വീണ്ടും ബസ്സിൽ കയറുകയും എന്തുവന്നാലും ബസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്തു. ബസ് ആദ്യമൊന്നും സ്റ്റാർട്ടായില്ല. പക്ഷേ കെവിൻ വീണ്ടും പരിശ്രമിച്ചു. കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ബസ് സ്റ്റാർട്ടാവുകയും അവൻ തീയുടെ നടുവിലൂടെ ബസ് മുന്നോട്ടെടുക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇത് വളരെ അപകടകരമായ ഒരു കാര്യമായിരുന്നു. കാരണം കത്തുന്ന മരം ബസ്സിന് മുകളിലേക്ക് വീഴുകയോ ബസ്സിനെ തീപിടിക്കുകയോ ചെയ്താൽ കുട്ടികളെ രക്ഷിക്കാൻ സാധിക്കില്ലായിരുന്നു. അവർ ജനലുകളും വാതിലുകളും അടച്ചിട്ടിരുന്നതിനാൽ ഇതുവരെ പുക അകത്തേക്ക് കയറിയിരുന്നില്ല. കാഴ്ച വ്യക്തമല്ലാത്ത അവസ്ഥയിലും കെവിൻ ഏകദേശം മനസ്സിലാക്കി ബസ് ഓടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു സമയത്തെ കഠിനമായ പരിശ്രമത്തിനു ശേഷം തീ എത്താത്ത ഒരിടത്ത് അവൻ എത്തിച്ചേർന്നു. അങ്ങനെ ആ സ്ഥലത്ത് നിന്ന് അവർക്ക് പുറത്തു കടക്കാനായി സാധിച്ചു. അവിടുന്ന് അവൻ തൻ്റെ ബസ് നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ മാതാപിതാക്കൾ സങ്കടത്തോടെ നിൽക്കുകയായിരുന്നു. പക്ഷേ അവർ ബസ് കണ്ടപ്പോൾ തങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരായി എത്തിയെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും സന്തോഷിച്ചു. തങ്ങളുടെ കുട്ടികളെ അവർ വാരിയെടുത്തു. ഒപ്പം മേരിയെയും കെവിനെയും അവർ നന്ദിയോടെ ഓർത്തു. കാരണം സ്വന്തം ജീവന് വേണ്ടി നിലകൊള്ളാതെ അവർ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനായി ശ്രമിച്ചു. പിന്നീട് കെവിൻ തൻ്റെ കുടുംബത്തെ അന്വേഷിക്കുകയാണ്. അവൻ ക്യാമ്പിനുള്ളിൽ പോയി തൻ്റെ കുടുംബത്തെ തിരഞ്ഞു. അവിടെ വെച്ച് അവൻ തൻ്റെ അമ്മയെ കണ്ടു. അമ്മയെ കണ്ടപ്പോൾ അവന് വളരെ സന്തോഷമായി. തൻ്റെ മകൻ എവിടെയാണെന്ന് അവൻ അമ്മയോട് ചോദിച്ചു. മകനെ നിൻ്റെ ഭാര്യ കൂട്ടിക്കൊണ്ടുപോയെന്ന് അമ്മ മറുപടി നൽകി. പിന്നീട് കാണിക്കുന്നത് ഈ തീപിടുത്ത ദുരന്തം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള രംഗങ്ങളാണ്. ഒടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കി. തീ അണഞ്ഞുവെങ്കിലും അത് അതിൻ്റെ ചാരങ്ങൾ അവിടെ അവശേഷിപ്പിച്ചിരുന്നു. കെവിൻ തൻ്റെ കത്തിയെറിഞ്ഞ വീടിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ വെച്ചവൻ അവിടെ അവശേഷിച്ചിരുന്ന തൻ്റെ കുടുംബ ഫോട്ടോയിലേക്ക് നോക്കുകയാണ്. തൻ്റെ മാത്രമല്ല എല്ലാവരുടെയും വീടുകൾ വെന്തുചാരമായി എന്നോർത്ത് അവന് ഒരുപാട് സങ്കടം തോന്നി. അപ്പോൾ ഒരു വാഹനം അവിടേക്ക് വരികയാണ്. കെവിൻ ആ വണ്ടിയിലേക്ക് നോക്കി. ആ വാഹനത്തിൽ നിന്ന് അവൻ്റെ ഭാര്യയും മകനും പുറത്തേക്കിറങ്ങി. മകൻ കെവിനെ കണ്ട് കെട്ടിപ്പിടിച്ചു. അച്ഛനും മകനും സുരക്ഷിതനാണ്. അതുകൊണ്ട് അവൻ വളരെ സന്തോഷിച്ചു. കെവിൻ്റെ ഭാര്യയ്ക്ക് സ്വന്തം തെറ്റ് മനസ്സിലായി. അവർ വീണ്ടും ഒന്നിച്ച് താമസിക്കാൻ തീരുമാനിച്ചു. കാരണം ഇത്രയും വലിയ ദുരന്തത്തിലൂടെ കടന്നുപോയപ്പോൾ കുടുംബത്തിൻ്റെ മൂല്യവും ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെ സന്തോഷവും അവർക്ക് മനസ്സിലായി. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.